നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. നമുക്ക് കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഇതും ഒരു വൈ ആക്സസ് ആണ് കേട്ടോ. ഇതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ലിങ്ക് വെച്ചാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഈ ലിങ്കിലാകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും എന്ന് പറയുമ്പം എക്സ് ഇങ്ങനെ എടുത്ത് വൈ ഇങ്ങനെ എടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. എന്ന് പറയുമ്പം ഈ ലിങ്ക് ആണെങ്കിൽ ഈ ഒരു രീതി വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എക്സ് വൈ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എടുത്ത ഈ ജോമെട്രി ചെയ്തെന്ന് പറയുമ്പോൾ ഈ ലിങ്ക് ബേസിലാണ്. എന്ന് പറയുമ്പം ഇത് ഫസ്റ്റ് ലെഗാണ്, സെക്കൻഡ് ലെഗ് ഈ സാധനം, തേർഡ് ലെഗ് ഈ സാധനം, ഫോർത്ത് ലെഗ് ഈ സാധനം. ഞാൻ സെക്കൻഡ് ലെഗിൻ്റെ കേസിലാണ് അത് ചെയ്തത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പം ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലെഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ലെഗ് എന്ന് പറയുമ്പോൾ ഈ സാധനം അതെങ്ങനെയാണ് നിങ്ങൾക്ക് അതിപ്പോൾ കത്തുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പം ഞാനത് അതിൻ്റെ ജോമെട്രിയുടെ നേരെ വരയ്ക്കും. നോക്കിക്കോ, സംഭവം എന്ന് പറയുന്നത് നോക്കിക്കോ. ഓക്കെ, ഇത് എക്സ്, താഴോട്ട് വൈ, അങ്ങനല്ലേ നമ്മൾ അത് ടോപ്പ് എടുക്കാൻ നേരത്ത് ഈ എക്സിൻ്റെയും ഈ വൈൻ്റെ ടോപ്പ് എടുക്കാൻ നേരത്ത് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം ആ ലിങ്ക് ഫസ്റ്റ് ലിങ്ക് ഇങ്ങനെ തുടങ്ങുന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനല്ലേ വരുന്ന സംഭവം. അതുകൊണ്ട് ഒരു അടുത്ത ലിങ്ക് വന്നു. പിന്നെ മറ്റേതിൻ്റെ ഫസ്റ്റ് ലിങ്കിൻ്റെ പ്രൊജക്ഷൻ ഇത്, സെക്കൻഡ് ലിങ്കിൻ്റെ പ്രൊജക്ഷനും ഇത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം ഒരു θ1 ഒരു ആംഗിൾ സ്വീപ്പ് ചെയ്യുന്നു, θ1 എന്നൊരു ആംഗിൾ സ്വീപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് എക്സ് ആണ്. ഓക്കെ, ഇത് വൈ ആണ്. അപ്പോൾ θ1 കിട്ടണമെങ്കിൽ എന്താ? θ1 = tan ഇൻവേഴ്സ് ഓഫ് ഇത് എക്സ് കോമ വൈ. എന്താണ് tan ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. നിങ്ങൾക്ക് ഇപ്പോൾ കത്തി എന്ന് വിചാരിക്കുന്നു ആ ഫസ്റ്റ് സാധനം. ഓക്കെ, ഞാൻ സെക്കൻഡ് ലിങ്കാണ്, ഞാൻ ഈ ലിങ്കാണ് എടുത്ത് ചിന്തിച്ചപ്പോഴാണ് ഇത് ആറ്റേക്ക് കിട്ടിയത്. ഞാൻ ഈ ലിങ്ക് ചെയ്യാൻ നേരത്ത് എനിക്കിത് ഇങ്ങനെ കിട്ടി, അപ്പത്തെ ലിങ്ക് ചെയ്യാൻ നേരത്ത് വേറെ രീതി കിട്ടും. അങ്ങനെയാണ് ചെയ്തു പോകുന്നേ ഉള്ളൂ. അപ്പോൾ θ1 ഇങ്ങനെ കിട്ടി സംഭവം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ലിങ്കാണ് മനസ്സിൽ കാണേണ്ടത്. ഓക്കെ, ഈ ലിങ്ക്. അപ്പം ഞാൻ അതേപോലെ തന്നെ ഈ ലിങ്ക് മനസ്സിൽ വെച്ച് ഞാൻ അടുത്ത സിസ്റ്റം എടുത്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണാത്ത എന്ന് പറയുമ്പം ഈ ഇതിൻ്റെ ഇനി ZX വ്യൂ ഞാൻ പറയാം. നോക്കിക്കോ, നമ്മുടെ ഈ റോബോട്ട് നോക്കാൻ നേരത്തെ ഇതിൻ്റെ ലിങ്ക് ഈ ലിങ്ക് ഇതാ അതിൻ്റെ ലിങ്കാണ്. ഓക്കെ, ഈ ലിങ്ക് എന്ന് പറയുന്നത് എക്സിലും അല്ല വൈയിലും അല്ല, ഒരു നടുക്കായിട്ട് കിടക്കുമല്ലേ. ഒരു θ1 ആംഗിൾ ചെയ്തിട്ട് ആ പ്ലെയിനിൽ എന്ന് പറയുമ്പം ഒരാംഗിൾ സ്വീപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഒരു θ1 എന്ന് പറയുമ്പോൾ ആംഗിൾ സ്വീപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തുകൂടെ എന്ന് പറയുമ്പം ഇതിൻ്റെ നീളം നമുക്ക് എങ്ങനെ കിട്ടാൻ പറ്റും? അതിന് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ നീളം കിട്ടത്തില്ലേ, ഈ സാധനത്തിൻ്റെ നീളം നമുക്ക് കിട്ടും. എന്ന് പറയുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഇട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നീളം കിട്ടും. എന്ന് പറയുമ്പോൾ നോക്കുക, ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ ഇതിൻ്റെ നീളം എന്താണ്? x² + y². x² + y² ആണ് ഈ സാധനത്തിൻ്റെ നീളം, ഈ ലിങ്കിൻ്റെ നീളം. അപ്പം നിങ്ങൾ ഈ ലിങ്കിനെയാണ് എന്ന് പറയുമ്പം ഇത് എനിക്ക് വേണമെങ്കിൽ വേറെ പ്ലെയിനായിട്ട് എടുക്കാം. ജസ്റ്റ് വെയിറ്റ്, ഞാൻ ഇതിനെ ഈ ഒരു എന്ന് പറയുമ്പം ഈ ഒരു ലൈനെ ഞാൻ പുതിയൊരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് n എന്ന് പറഞ്ഞൊരു ഇതായിട്ട് എടുക്കുന്നത്. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റം അല്ല, n എന്ന് പറഞ്ഞ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്, ആക്സിസ്. ഇനി നമ്മൾ ആ ആക്സിസിലാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ആക്സിസിലാണ് ZN ആക്സിസ് കോർഡിനേറ്റ് സിസ്റ്റമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നോക്കിക്കോ. ഓക്കെ, ഞാൻ ഇതെടുത്തിട്ട് കാണിച്ചു തരാം. നോക്കിക്കോ, Z താണ്ട ഞാൻ Z ആക്സിസ് വരച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ മുകളിലോട്ട് Z ആണ്. ഓക്കെ, താഴോട്ട് നമ്മുടെ N എന്ന് പറഞ്ഞ ആക്സിസ് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സിസാണ് ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്നിട്ട് മുകളിലോട്ടൊരു ആക്സിസ് ഉണ്ട്, Z ആക്സിസ്. മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, Z ഇങ്ങനെ കാണിക്കും. അപ്പം ഈ ഒരു ആക്സിസാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലെയിൻ ZN പ്ലെയിൻ ഉണ്ടോ, ഈ ഒരു ZN പ്ലെയിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ZN പ്ലെയിൻ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഈ ഒരു പ്ലെയിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലെയിൻ മനസ്സിലായോ? ഈ റെക്റ്റാങ്കിൾ കിടക്കുന്ന ഒരു പ്ലെയിനാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ എന്ന് പറയുമ്പം ഇതും ആണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ രണ്ടും ഇസഡും എക്സും പ്ലെയിനാണ്. ഞാൻ ഇവിടെ ഇസഡും N പ്ലെയിനാണ് വരച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നോക്കിക്കോ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഇസഡ് ഹൈറ്റ് മുകളിൽ പൊങ്ങിയിട്ടാണ് നമ്മൾ ലിങ്ക് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിനെ ഒരു Z1 എന്ന് വിളിക്കുന്നു. ഒരു യൂണിറ്റ്, ഒരു വാല്യൂ ആണത്. എന്നിട്ട് ഇവിടുന്ന് തുടങ്ങി ഒരു ലിങ്ക് ഇങ്ങനെ വന്നിട്ട് വരച്ച് കാണിച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇത്ര ലിങ്കിൽ ഇത്ര നീളമില്ല, ഇങ്ങനെയില്ല. പിന്നെ ആ ലിങ്ക് താണ്ട വീണ്ടും താഴോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന് എൻഡ് എഫക്ടർ. ഇവിടെ നമുക്ക് X, Y, Z എന്ന് വിചാരിക്കുക. ഇതിന് എൻഡ് എഫക്ടറിന് ഈ പോയിന്റ്. അപ്പം ഞാൻ മനസ്സിലാക്കേണ്ട എന്താ സംഭവം? ഇതിന് ആംഗിൾ എടുക്കാൻ നേരത്ത്
എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാൻ. അപ്പം ഇതിങ്ങനെ എടുക്കും, ഇങ്ങനെ എടുക്കും. അപ്പോൾ അത് θ2, നമുക്ക് θ1 കിട്ടി, നേരെ θ2 എടുക്കാം. അപ്പോൾ ഇത് ഇത്രയും 180 ആണ്. ഓക്കെ, ഇത് ഇത്രയും 180 ആണ്. അപ്പോൾ ബാക്കി ഇത് മാത്രം എടുത്താൽ മതി. നമുക്ക് അങ്ങനെ θ2 ഒന്നും എടുത്താം, വിഷയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ട. അപ്പം മറ്റേത് മാത്രം നോക്കിയാൽ മതി. ഞാൻ മായ്ച്ച് കളയാത്. അപ്പോൾ നമുക്ക് അതിനെ θ2 ഒന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ θ2 എന്ന് വിളിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ലെന്ത് എന്താണ്? L1. നിങ്ങൾക്ക് ഇതിൻ്റെ ലെന്ത്, ഈ ലിങ്ക് L1 L2. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എങ്ങനെ വ്യൂ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കാണും. ഏകദേശം ഈ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ആംഗിൾ അങ്ങനെ ഇരിക്കുന്നതാണ്. പറയുമ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഇതിൻ്റെ ലെന്ത് ഇവിടെ ഒരു എൻ പ്ലെയിനിലാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നടക്കുന്നിട്ട് താഴോട്ട് ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. പറയുമ്പം മനസ്സിലായി കാണുമല്ലോ, ഇങ്ങനെ വന്നിട്ട് താഴോട്ട് ഒരു വ്യൂ. അതാണ് പ്ലെയിൻ ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് L1 L2 ഉണ്ട്, ഒരു Z1 ഹൈറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിനെ ലിങ്കിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എൻഡ് എഫക്റ്റ് വരെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അത് എപ്പോഴും കൈനമാറ്റിക്സ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ.